എന്ത് ധൈര്യത്തിൽ അവന് ഫോൺ കൊടുത്തേ? ഡാഡി അവന് കിട്ടിയിരുന്നെങ്കിലോ? കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ, അതല്ലേ ഞാൻ കൊടുത്തത്. അതെങ്ങനെ? ഡാഡി ഈ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വിജയ്ക്ക് അറിയോ? അതല്ല, അങ്കിൾ ഫോൺ ഓഫ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അളിയൻ ഇപ്പൊ വിളിച്ച നമ്പർ സ്വിച്ച് ഓഫാ. ഇന്ദ്രജയെ, നമ്മളൊരു കാര്യം വെറുതെ ചിന്തിച്ചാൽ മാത്രം പോരാ. 1, 2, 3 സ്റ്റെപ്പ് മുന്നോട്ട് കയറി ചിന്തിക്കണം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഇന്ദ്രജയുടെ ഫോണിൽ ഡാഡി എന്ന് ഞാൻ ഫീഡ് ചെയ്തിരിക്കുന്നത് എന്റെ നമ്പരാ. എന്റെ ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എങ്ങനെ ഉണ്ട് എന്റെ ബുദ്ധി? ഇപ്പൊ എന്തായി? അച്ഛനെ വിളിക്കണമെന്ന അളിയന്റെ ആഗ്രഹവും തീർന്നു. അങ്കിളിനോട് അളിയൻ സംസാരിച്ചതേ ഇല്ല. പറ, എങ്ങനെ ഉണ്ട് എന്റെ ബുദ്ധി? ബുദ്ധി ബുദ്ധി കുഴപ്പമില്ല. ഒരു കോംപ്ലിമെന്റ് പറയാനേ ഇത്ര ദാരിദ്ര്യം വേണ്ട. ഇന്ദ്രജയോ ആന്റിയോ വിചാരിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യാൻ പറ്റുമോ? അതാ ഞാൻ പറയുന്നത്. സ്വതന്ത്രമായിട്ട് എന്നെ വിട്ടാൽ വിജയുടെ ചിന്തയ്ക്കൊപ്പം വിജയ് സേതുപതി പോലും എത്തില്ല, ദളപതി വിജയ് പോലും. അമ്മാതിരി ബുദ്ധിയാ എനിക്ക്. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ എന്റെ പാസ്വേഡ് വിജയ്ക്ക് എങ്ങനെയാ കിട്ടിയേ? അത് പിന്നെ ഊഹം വെച്ച്, എന്റെ ഊഹബുദ്ധി വെച്ച്. ഊഹം വെച്ചല്ല, വിജയ് അടിച്ച പാസ്വേഡ് കറക്റ്റ് ആയിരുന്നു. അതിന്റെ അർത്ഥം വിജയ് എന്റെ ഫോൺ പരിശോധിക്കുന്നു എന്നല്ലേ? അല്ല, അത് പിന്നെ ഇന്ദ്രജയെ, നമ്മൾ ഒരുമിച്ച് കട്ടിൽ കിടന്നപ്പോ താൻ പാസ്വേഡ് അടിക്കുന്നത് ഞാൻ കണ്ടു. എന്ന് കരുതിയിട്ട് ഞാൻ തന്റെ ഫോണൊന്നും ചെക്ക് ചെയ്യാറില്ല കേട്ടോ. അതൊക്കെ മോശമല്ലേ? ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഇല്ലേ? ഏയ്, ഞാനാ ടൈപ്പ് ചെയ്യല്ല. ജെന്റിൽമാനാ, ജെന്റിൽമാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലിൽ എന്റെ ഫോൺ എങ്ങാനും ചെക്ക് ചെയ്താലുണ്ടല്ലോ. ഇന്ദ്രജയെ, നോക്കിയാ തന്നെ താൻ എന്തിനാ പേടിക്കുന്നേ? തനിക്കങ്ങനെ പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നും ഇല്ലല്ലോ. രഹസ്യം? എന്ത് രഹസ്യം? അപ്പൊ അങ്ങനെ ഒരു സംശയരോഗം കൂടി ഇതിനിടയിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഞാനതിപ്പോ തീർത്തരാം. അയ്യോ സോറി ഇന്ദ്രജെ, ഇനി ഞാൻ ആവർത്തിക്കില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പതുങ്ങി പതുങ്ങി നടക്കുകയാണെങ്കിലും നിങ്ങളെ സൂക്ഷിക്കണം. കള്ളന് കഞ്ഞി വെച്ചവനാ നിങ്ങള്. കള്ളൻ എവിടെ നിന്ന് എടുത്തിട്ട് കഞ്ഞി വെക്കാൻ? പറയുന്നത് നിനക്ക് ഒരു മര്യാദ വേണ്ടേ? ഓ, ഫോണെടുത്ത് നോക്കിയതാ ഇപ്പൊ വലിയ കുഴപ്പം. ഐക്യരാഷ്ട്രസഭയിലെ സെക്രട്ടറി അല്ലേ? രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ ഞാൻ ഇനിയും നോക്കും. അല്ലെങ്കിൽ വേണ്ട, ഈ വാശി വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? തൽക്കാലമുള്ള സ്ഥാനം കളയണ്ട. എനിക്ക് ആരുടെ ഫോണും കാണണ്ട. ശോ, മോളെ, ഇന്ദ്രജ മാഡം വിജയ് സാറ് ഇപ്പൊ എന്തായിരുന്നാലും സൂര്യ സാറിന്റെ മുറിയിലില്ല. ഇപ്പൊ മോള് സ്ലേറ്റ് എടുത്ത് നോക്കല്ലേ. അതിനല്ലേ നമ്മളിപ്പോ ഇങ്ങോട്ട് കയറി വന്നേ. നോക്ക്.
നന്ദിനി നന്ദിനി കേട്ടോ രാജേട്ടാ, സാറ് വീണ്ടും എന്നെ വിളിച്ചു തുടങ്ങി. അതൊരു ധൈര്യം മോളെ. എന്ത് സംഭവിച്ചിരുന്നാലും മോള് ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള ധൈര്യം. പിന്നെ ആ ദുഷ്ടന്മാർ അതെടുത്ത് കളഞ്ഞോന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും നമുക്ക് നോക്കാം. നോക്ക്. നന്ദിനി എന്താ അതിലെന്ത് എഴുതിയിട്ടുണ്ടല്ലോ? സൂക്ഷിച്ച്. അതാരാ കൊണ്ടുപോകുന്നേ? അവിടെ നിൽക്കും. അയ്യോ അയ്യോ, സൂര്യ, സൂര്യ സൂര്യ, നിന്റെ അടി എന്താ ഈ കാണിക്കുന്നേ? സൂര്യ, നീ എന്തി കാണിച്ചേ? അവിടെ പിടിക്ക്. പതുക്കെ ഇരിക്ക്. ഇങ്ങോട്ട് കിടക്ക. ഇരിക്കടാ അവിടെ. അവിടെ അവിടെ എന്തോ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നെന്ന്? അവിടെ ഞാൻ കണ്ടതാ. നോക്ക്, അവിടെ ഞാൻ കണ്ടതെന്ന് നോക്ക്. എന്തോ എഴുതി ഞാൻ കണ്ടതല്ലേ? എന്തോന്ന്? എടാ, അളിയ ഒരേ കിടപ്പ് കിടന്ന് കണ്ണു മഞ്ഞളിച്ചതാ. ആളിയ ഒന്ന് ഇവിടെ അടങ്ങി കിടയളയാ. നോക്ക്. സൂര്യ, ഇനി നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താ നിനക്ക് ഈ ജന്മത്തെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല.